വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. തിരുവചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കർത്താവെ അങ്ങോട്ട് ചേർന്ന് നടപ്പാൻ, ദൈവകൃപയിൽ ജീവിപ്പാൻ മുഖാന്തരമൊരുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കുകയും അത് കേൾക്കുന്ന ഓരോരുത്തർക്കും സംസാരിക്കുന്ന അടിയനും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരുകയും ചെയ്യണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 38-ാമത്തെ തിരുവചനം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 38. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ശരീരമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. പ്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും ജീവിത യാത്രയിൽ വലിയ പ്രശ്നങ്ങളുടെ സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം എത്താറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കാറുണ്ട്. എന്നാൽ അവിടെ എങ്ങനെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നാം നേരിടുന്നത്, നേരിട്ടവയെ ആ പ്രതിസന്ധിയെ അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് എന്ന് പലപ്പോഴും നാം ഭാരപ്പെടാറ് ഉണ്ട്. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, പലപ്പോഴും പ്രശ്നങ്ങളുടെ താഴ്വരകളിൽ കടന്നു വന്ന് നാം പ്രാർത്ഥിക്കും. എന്നാൽ അതിനുവേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ, അപ്രകാരമുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ അനുദിന ജീവിത യാത്രയിലുള്ള പ്രാർത്ഥനാ ജീവിതമാണ്, അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് എന്ന് നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇതിന് നല്ലൊരു ഉദാഹരണം മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവ് തൻ്റെ പരസ്യ പ്രവർത്തനങ്ങൾ ഒക്കെയും പൂർത്തീകരിച്ച്, നമുക്കറിയാം, ഓശാന പാടിക്കൊണ്ട് ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് ജനം ആർത്തിരമ്പിക്കൊണ്ട് യെരുശലേം തെരുവീഥികളിലൂടെ കർത്താവിനെ രാജാവായി അവർ കൊണ്ടുപോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ ദിവസങ്ങൾ കർത്താവ് അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പെസഹ ഒരുക്കിയതിന് ശേഷം കർത്താവ് കുരിശുമരണത്തിന് മുമ്പായി ആ കുരിശുമരണത്തെ നേരിടുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇത് മറ്റൊരിടത്തുമല്ല, ഗത്സമനയിൽ തന്നെയാണ്. ഗത്സമന എന്ന് പറയുമ്പോൾ ഒലിവ് മലയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിവാരം എന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും. ഒലിവ് മലയ്ക്ക് വലിയ പ്രത്യേകതകളുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പഴയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ 2 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനത്തിൽ നാം ഇത് കാണുന്നുണ്ട്. ദാവീദ് തൻ്റെ തലമൂടിയും ചെരുപ്പിടാതെയും നടന്നു. കരഞ്ഞുകൊണ്ടവൻ ഒലിവ് മലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. ദാവീദ് രാജാവ് തൻ്റെ മകനായ അബ്ശലോമിനാൽ അവൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ട് ദാവീദ് ഭയന്ന് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ യെരുശലേം ദേവാലയം നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയുടെ അടിവാരം കഴിഞ്ഞ്, ഹിദ്രോൺ തോട് കഴിഞ്ഞ് അടുത്ത മലയാണ് ഒലിവ് മല. അപ്പോൾ ഒലിവ് മലയിലേക്ക് ദാവീദ് കടന്നു പോകുന്നതായിട്ട്, കയറ്റം കയറി പോകുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. മാത്രമല്ല, വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ സെഖറിയാവിൻ്റെ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യഹോവയുടെ ഒരു ദിവസം വരുന്നു,
നിന്റെ കൊള്ള മുതൽ നിന്റെ മധ്യേ വിഭജിക്കപ്പെടും. ഞാൻ സകല ജനതകളെയും യെരുശലേമിനെതിരെ യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടും, വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ അവശേഷിച്ചിരിക്കുന്നവർ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജനതയോട് പൊരുതും. ആ നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും മാറിപ്പോകും. ഒലിവ് മലയ്ക്ക് സംഭവിക്കുവാൻ പോകുന്ന ഒരു പ്രവചനമാണ് ഇവിടെ നാം വായിച്ചത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എവിടെയാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രവചനം നമ്മുടെ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ സ്വർഗാരോഹണം ചെയ്തു. ഒരു മേഘം അവനെ അവരുടെ കാഴ്ചയിൽ നിന്ന് മറച്ചു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ഈ മലയിൽ നിന്നാണ് എന്ന് നമ്മൾ അടുത്ത വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അവൻ പോകുമ്പോൾ അവർ ആകാശത്തേക്ക് ഒറ്റുനോക്കിക്കൊണ്ടിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് അവർ പറഞ്ഞു. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ യാത്രാ ദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ യെരുശലേമിൽ നിന്ന് ഒരു ശബത്ത് ദൂരം മാത്രം അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒലിവ് മലയിലാണ് ഈ ഗത്സമന എന്ന തോട്ടം സ്ഥിതി ചെയ്തിരുന്നത്. ഗത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം ഒലിവ് ചക്ക് അല്ലെങ്കിൽ പ്രസ് ഓഫ് ഓയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കണം കഴിയും. അപ്പോൾ ആ ഒരു ഒലിവ് മലയിൽ അല്ലെങ്കിൽ ഗത്സമനയിലാണ് കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പായി ഒരു പ്രാർത്ഥന കഴിക്കുവാൻ തക്കവണ്ണം തൻ്റെ ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു നിർണായകമാകുന്ന മണിക്കൂറുകളാണ് കർത്താവിൻ്റെ മുമ്പിലുള്ളത്. കുരിശുമരണം കർത്താവ് വാസ്തവമായും അതിനെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് 3 പ്രാവശ്യം പറയുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ വ്യക്തമായി കർത്താവിന് കടന്നു വരുവാൻ പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നന്നായി അറിയാം. പക്ഷേ ദൈവപുത്രനായിരുന്നിട്ട് പോലും ആ കുരിശുമരണം സ്വയം ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഗത്സമനയിലേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇത് നാം വായിക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 32 മുതലുള്ള തിരുവചനം. അവർ ഗത്സമന എന്നു പേരുള്ള തോട്ടത്തിൽ വന്നപ്പോൾ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ച് തീരുവോളം ഇവിടെ ഇരിക്കുവീൻ എന്ന് പറഞ്ഞു. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ദൈവപുത്രനായിരിക്കെ മനുഷ്യൻ്റേതാകുന്ന എല്ലാ വികാരങ്ങളുമുള്ള യേശു താൻ മുമ്പിൽ കുരിശുമരണം അവൻ കാണുകയാണ്. അതുകൊണ്ട് നമ്മുടെ വായിക്കുകയാണ്, അവൻ ദുഃഖിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിക്കുവിൻ എന്ന് അവരോട് പറയുകയാണ്. ശിഷ്യന്മാരുമൊപ്പം 11 ശിഷ്യന്മാരുമൊപ്പം കർത്താവ് പലപ്പോഴും ഇവിടെ കടന്നു പോയിരുന്നതായിട്ട് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദായ്ക്ക് കർത്താവ് എവിടെയാണ് എന്നുള്ളത് വ്യക്തമായി അറിയാമായിരുന്നതും അവനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം അവിടേക്ക് ഈ മറ്റ് പടയാളികളോട്ടൊക്കെയും അവിടെ വരുവാൻ തക്കവണ്ണം യൂദായ്ക്ക് കഴിയുന്നത്. അപ്പോൾ ശിഷ്യന്മാരിൽ ബാക്കി 11 പേര് ആയിട്ട് ഈ ഗത്സമനയിലേക്ക് കർത്താവ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. എന്നിട്ട് കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഇന്നർ സർക്കിൾ എന്ന് പറയുവാൻ കഴിയുന്ന 3 പേർ, പത്രോസും
യോഹന്നാനും യാക്കോബും. അവരെ കൂട്ടിക്കൊണ്ട് അവർ അല്പം കൂടി മുമ്പോട്ട് പോവുകയാണ്. എന്നിട്ട് അവരോട് അവൻ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ മനോവേദനയെക്കുറിച്ച് അവരോട് പറയുകയാണ്. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. എന്നിട്ട് അവരോട് പറയുകയാണ്, ഏറെ കഷ്ടതയിലും വേദനയിലുമായിരിക്കുന്ന ഈ സാഹചര്യത്തെക്കുറിച്ച് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായിട്ട് ആ സംഭവം അല്ലെങ്കിൽ അവൻ നേരിടുന്ന ആ വലിയ മനോവേദന അവരുമായിട്ട് പങ്കിടുകയാണ്. എന്നിട്ട് അവരോടവിടെ പാർക്കുവാൻ തക്കവണ്ണം അവരോട് പറഞ്ഞതിന് ശേഷം അല്പം മുമ്പോട്ട് പോകുന്നതായിട്ട് അടുത്ത വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണു, കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ശിഷ്യന്മാരോട് താൻ നേരിടുന്ന പ്രയാസം പറഞ്ഞതിന് ശേഷം കർത്താവ് തന്നെ കടന്നുപോയി പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മുടെ കാണുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ നാഴിക നീങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. നാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 22-ാം അധ്യായത്തിൻ്റെ 42 പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. കർത്താവിൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സമയമായിരുന്നു ഗത്സമനയിൽ കർത്താവ് നേരിട്ടത്. കാരണം അവിടെ വച്ച് പിതാവിനായി സ്വയം സമർപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഒരു തീരുമാനമാണ് മാനവരാശിയുടെ രക്ഷയിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവിനെ സാധ്യമാകുന്നത്. അപ്പോൾ അതുവരെയും കർത്താവ് പരസ്യമായിട്ട് പ്രവർത്തിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയും കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. അവൻ ദൈവപുത്രനെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം, പിതാവാം ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം, മാനവരാശിയുടെ പാപമോചനത്തിനായി സ്വയം ക്രൂശിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് യേശു വരിക എന്നുള്ളതാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. മരണം മുഖാമുഖം കണ്ടുകൊണ്ട് ഓരോ നിമിഷവും മുമ്പിൽ സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണ നാം ആരും നേരിടാത്ത കാര്യമാണ്. അപ്രകാരം ആ ക്രൂശ് മരണവും നേരിടുവാൻ പോകുന്ന സംഭവങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കർത്താവ് പിതാവിൻ്റെ ഹിതത്തിനായിട്ട് തന്നെ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ഗത്സമനയിലെ പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ എന്ന് നാം ചോദിച്ചാൽ തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പക്ഷേ പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെയും മറുപടി നമുക്ക് ലഭ്യമാകുന്നത്. നാം ഒരു പ്രശ്നത്തിൻ്റെ മുഖത്ത് വരുമ്പോൾ ആ പ്രശ്നം നീക്കണമേ എന്ന് നാം ഒരുപക്ഷെ പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷേ ആ പ്രശ്നം നീക്കാതെ തന്നെ ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് അതിനെ ജയിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ യേശുവിനെ പോലെ, യേശു പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയണം. യേശുവിൻ്റെ പ്രാർത്ഥന അതാണ്. അവൻ പറയുകയാണ്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നിറവേറട്ടെ. 3 പ്രാവശ്യം കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം, പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ശരീരമോ ബലഹീനമോ എത്രയെന്ന്. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. രണ്ടാമതും യേശു പോയി പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുകയാണ്. എന്നിട്ട് 40-ാം വാക്യം, മടങ്ങി വന്നപ്പോൾ അവരുടെ കണ്ണുകൾക്ക് ഭാരമായിരുന്നത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു. അവർക്ക് അവനോട് എന്തുത്തരം പറയണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവൻ 3ാമത് വന്നവരോട്, ഇനി ഉറങ്ങി ആശ്വസിക്കുക. അപ്പോൾ 3 പ്രാവശ്യം കടന്നുപോയി യേശു പ്രാർത്ഥിക്കുന്നു. ഈ വലിയ പ്രതിസന്ധിയെ നേരിട്ട് അവയെ അതിജീവിക്കുവാൻ തക്കവണ്ണം യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. മാത്രമല്ല, ആ വേദനയുടെ കാഠിന്യം മനസ്സിലാക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളികൾ പോലെ ആയിരുന്നു. അപ്പോൾ അപ്രകാരം അതിവേദനയിൽ, പ്രാണവേദനയിൽ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുകയാണ്. നമ്മുടെയൊക്കെയും ആത്മീയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഏകാഗ്രത ലഭിക്കുകയില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും കലുഷമാകും, ഏകാഗ്രത ലഭിക്കുകയില്ല. എന്നാൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? പ്രശ്നങ്ങളുടെ താഴ്വരകളിൽ, പ്രശ്നത്തിൻ്റെ സാഹചര്യത്തിൽ മാത്രമല്ല, ദൈവവുമായൊരു ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ, ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രശ്നങ്ങളുടെ താഴ്വരകളിലും തളർന്നു പോകാതെ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ തക്കോണം പ്രാർത്ഥിച്ച് നമുക്ക് ശക്തി പ്രാപിപ്പാൻ തക്കോണം കഴിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, പിന്നെ അവൻ മടങ്ങി വന്നപ്പോൾ അവരുടെ കണ്ണുകൾക്ക് ഭാരം ഉള്ളത് കണ്ടു, അവർ ഉറങ്ങുന്നത് കണ്ടു. അവനോട് എന്ത് ഉത്തരം പറയണം എന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെയും പകൽ മുഴുവനും അവരുടെ പ്രയത്നം മൂലം അധ്വാനിച്ച് ഈ രാത്രി ആയപ്പോഴേക്കും ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്. ശരീരം ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഉണർന്നിരിക്കുവാൻ കൊണ്ട് കഴിയും. അതാണ് കർത്താവരോട് പറയുന്നത്, ശരീരം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കണം. അവരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കോണം കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. 26-ാം അധ്യായത്തിൻ്റെ 39 മുതൽ, പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കമഴ്ന്നു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെ അല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതൻ, പിതാവാം ദൈവം അടുക്കിലേക്ക് അയക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുകയാണ്. അപ്പോൾ നേരിടുവാൻ പോകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുകയല്ല, പിന്നെയോ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ആവശ്യമാകുന്ന ശക്തി ആ പ്രാർത്ഥനയിലൂടെ കർത്താവിന് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ മാറുവാൻ നാം പ്രാർത്ഥിക്കും. പ്രശ്നം മാറിയില്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, അല്ലെങ്കിൽ കേൾക്കുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് നാം വരും. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടാകും. അത് ആ പ്രശ്നം മാറിപ്പോകുവാൻ നാം പ്രാർത്ഥിക്കുമ്പോഴും ഒരുപക്ഷെ ദൈവം ആ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ആവശ്യമാകുന്ന കൃപകൾ നൽകി നമ്മെ ബലപ്പെടുത്തും. ഇവിടെ ഏതാണ് സംഭവിക്കുന്നത്? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവനെ പ്രത്യക്ഷനായി. അപ്പോൾ യേശു അതിവേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഏറെ ദുഃഖത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ മാനുഷികമാകുന്ന വേദനയും വ്യഥയുമാണ് അവിടെ അവൻ നേരിടുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം പിതാവാം ദൈവം അവൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കുന്നതായിട്ട് നാം കാണുകയാണ്. ആ ദൂതൻ അവന് പ്രത്യക്ഷനായി അവനെ ശക്തിപ്പെടുത്തുന്നു. ആ പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം യേശുവിനെ ഒരുക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പിന്നീട് നമുക്കറിയാം, മുമ്പോട്ട് പോകുമ്പോൾ വലിയ പ്രയാസങ്ങളിലേക്ക് യേശു കടന്നു പോവുകയാണ്. പിന്നെ ഓരോ നിമിഷവും അവനെ പിടിച്ചതിന് ശേഷം ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതും, തലയിൽ മുൾമുടി വെച്ച് പ്രഹരിക്കുന്നതും, ചാട്ടവാറ് കൊണ്ട് അവൻ്റെ ശരീരത്തിലെ ദശ പോലും പറിച്ചു കളയുന്ന ഒരു സാഹചര്യങ്ങളും ഒക്കെയും തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുകയാണ്. ഏറ്റവും നിന്ദിക്കപ്പെടുന്ന സാഹചര്യം, ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാർ പോലും ഓടി അകലുന്ന, തള്ളിപ്പറയുന്ന സാഹചര്യങ്ങളൊക്കെയും യേശു നേരിടുകയാണ്. പക്ഷെ അവിടെയൊക്കെ മൗനത്തോടെ അവയെ നേരിടുവാൻ കർത്താവിന് കഴിഞ്ഞത് ആ ഗെത്സമനയിൽ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ദൈവവുമായുള്ളൊരു ബന്ധം, പ്രാർത്ഥനാ ജീവിതം നമുക്കിപ്പോഴും ഉണ്ടാകുമ്പോൾ മാത്രമേ ഇപ്രകാരം നാം നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച്, പ്രശ്നങ്ങൾ ഒരുപക്ഷെ നീങ്ങിപ്പോകുന്നില്ല എങ്കിൽ പോലും ആ പ്രശ്നത്തെ അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗെത്സമനെ എന്ന് പറയുന്നത് എന്താണ്? ആത്മീയ ജീവിതത്തിൻ്റെ ഒരു സ്പിരിച്വൽ, ഒരു സിമ്പിൾ ഓഫ് സ്പിരിച്വൽ സ്ട്രഗിൾ എന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും.
അപ്പോൾ ആത്മീയ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സുഗമമായും അനുഗ്രഹമായും നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരു പ്രശ്നമില്ല. എന്നാൽ ആത്മീയമായി ഞാനും നിങ്ങളും വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള ഒരുപക്ഷെ ഇത്രയധികം വലിയ പ്രയാസങ്ങളിലൂടെ അല്ലെങ്കിൽ പോലും ചില ചെറിയ പ്രയാസങ്ങളിലൂടെയൊക്കെയും ദൈവം നമ്മെ കടത്തിവിടും. അവിടെ നാം പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സാഹചര്യമാണ് ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് കർത്താവ് അവരോട് പറയുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളതോ ശരീരമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ഒരുക്കമുള്ളതായി നാം പ്രാർത്ഥനയിൽ ബലപ്പെട്ട് മുമ്പോട്ട് പോകാൻ തൊക്കെ നമുക്ക് കഴിയണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തണം. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ വായിക്കുകയാണ്, ക്രിസ്തു തൻ്റെ ഭൂമിയിലെ ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥനയും അപേക്ഷയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നാം ഒരിക്കൽ കൂടി വായിക്കാം. ക്രിസ്തു തൻ്റെ ഭൂമിയിലെ ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥനയും അപേക്ഷയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നാം ചിന്തിച്ചേക്കാം, എന്തുത്തരമാണ് കർത്താവിന് ലഭ്യമായത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നീക്കുന്നില്ല. പക്ഷേ ആ പാനപാത്രത്തെ എടുക്കുവാൻ തക്കവണ്ണം കർത്താവിനെ പിതാവാം ദൈവം ബലപ്പെടുത്തുകയാണ്. അങ്ങനെ പിതാവാം ദൈവത്തിൻ്റെ യേശുവിനെക്കുറിച്ചുള്ള പദ്ധതി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സജ്ജമാക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ ആ പാനപാത്രം നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നീക്കിയിരുന്നെങ്കിൽ മാനവരാശിക്ക് രക്ഷ എന്ന വലിയ മഹാസന്തോഷം ഒരിക്കലും ഉണ്ടാകുകയില്ല. യേശു മരിക്കുകയില്ല, ഉയർത്തെഴുന്നേൽക്കുകയില്ല, പിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ കഴിയും. അപ്പോൾ താൽക്കാലികമായി അത് നാം ചിന്തിച്ചേക്കാം, പിതാവ് പുത്രന് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയില്ല. പക്ഷേ പിതാവാം ദൈവത്തിൻ്റെ പദ്ധതി ഒരു മനുഷ്യനും ചിന്തിക്കാത്ത തലത്തിലാണ് എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. പിശാചിന് പോലും ഒരിക്കലും ചിന്തിക്കാത്ത തരങ്ങളിലാണ് പിതാവാം ദൈവം അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. പിശാച് ചിന്തിച്ചേക്കാം, യേശുവിൻ്റെ മരണത്തോടെ അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും അവസാനിക്കും. അതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ അവന് ഒരുക്കുകയാണ്. എന്നാൽ മരണത്തെ ജയിച്ച് അവൻ പുറത്തു വരികയാണ്. ആ മരണത്തെ ജയിച്ച യേശുവാണ് പിശാചിനെ, അവൻ്റെ പദ്ധതിയെ തോൽപ്പിക്കുന്നത്. ആ പദ്ധതിയാണ് രക്ഷയുടെ സന്തോഷത്തിലേക്ക് മാനവരാശിയെ മുഴുവനും നേടുവാൻ തക്കവണ്ണം സാധ്യമായിത്തീരുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന, യേശുവിൻ്റെ ഗത്സമനയിലുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമായത് ആ പരീക്ഷയെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി അല്ലെങ്കിൽ ദൈവകൃപ അവിടെ യേശുവിന് ലഭ്യമായി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെയും ജീവിതയാത്രയിൽ ഇപ്രകാരമുള്ള പരീക്ഷകൾ കടന്നു വരുമ്പോൾ നാം ആ പ്രശ്നങ്ങളെ മാറ്റുവാൻ ഒരുപക്ഷെ നാം തീർച്ചയായിട്ടും നമുക്കറിഞ്ഞുകൂടാ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന്. മാറ്റുവാൻ നാം പ്രാർത്ഥിക്കുമ്പോഴും ഒരുപക്ഷെ ആ പ്രശ്നത്തെ മാറ്റിയില്ലെങ്കിലും അവയെ അതിജീവിക്കുവാനുള്ള ശക്തി, ദൈവകൃപ നമുക്ക് പ്രാർത്ഥനയിലൂടെ ലഭ്യമാകും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഗത്സമന എന്ന് പറയുമ്പോൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ്. 3 കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു സമയം യേശു കണ്ടെത്തുകയാണ്. ഹി ഫൈൻഡ്സ് ടൈം ടു സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ യേശുവിന് കഴിഞ്ഞു എന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. രണ്ടാമത്, ദൈവത്തിൻ്റെ മറുപടി ദൈവഹിതപ്രകാരമാണ്. നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹിതത്തിനായിട്ട് നാം ഈ പ്രശ്നത്തെ മാറ്റണം, ഇങ്ങനെ മാറ്റണം, അല്ലെങ്കിൽ അങ്ങനെ മാറ്റണം, ഇതിൽ ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്നൊക്കെയും ആയിരിക്കാം നാം പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവഹിതം പോലെ നമുക്ക് വേണ്ടി ദൈവം മറുപടി നൽകുന്നതായിട്ട് ഈ ഇതിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. മാത്രമല്ല, മൂന്നാമത് നാം മനസ്സിലാക്കുന്നത് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ശക്തി നമുക്ക് പ്രാർത്ഥനയിലൂടെ ലഭ്യമാകും എന്നുള്ളതാണ്.
യേശുവിൻ്റെ ജീവിതത്തിൽ ആ വലിയ പ്രതിസന്ധിയെ നേരിടുവാനുള്ള ശക്തി ലഭ്യമായത് ആ പ്രാർത്ഥനയിലൂടെയാണ്. ഇത് നമുക്ക് വലിയൊരു മാതൃക നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യേശു നമുക്ക് നൽകുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരായി വിളിക്കപ്പെട്ട് അല്ലെങ്കിൽ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ പല ചിന്തിക്കാത്ത രീതിയിൽ നേരിടും. ആ പ്രതിസന്ധികളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് ഒരു ഗത്സമനയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഗത്സമന എന്ന് പറയുമ്പോൾ നാം അതിനായി ഒരുങ്ങുന്ന, ഏകാന്തതയിൽ മാറിയിരുന്ന് ദൈവവുമായിട്ട് ബന്ധത്തിലായിരിക്കുന്ന, പ്രാർത്ഥനയിലുള്ളൊരു ബന്ധമായിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു അവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് വലിയ നോയമ്പിൻ്റെ അതിപ്രധാനമായ ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ യേശുവിൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശു നമുക്ക് കാണിച്ചു തന്ന ഗത്സമനയിലെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ മാതൃകയായിത്തീരണം. പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ആത്മീയമായി വളർന്നു മുമ്പോട്ട് പോകാൻ ഈ വചനം കേട്ട ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.